ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ മേൽപ്പാലത്തിലെ ഗർഡറുകൾ ഇടിഞ്ഞ് താഴെ വീണു. ബീച്ചിലെ മേൽപ്പാലത്തിന്റെ 4 ഗർഡറുകളാണ് തകർന്നു വീണത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അപകട സ്ഥലം സന്ദർശിച്ചു. നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു പറഞ്ഞില്ല എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് EPC മോഡൽ കോൺട്രാക്ട് ആണ്. അപ്പോൾ അത് ഡിസൈൻ ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കേണ്ടതാണ്. അപ്പോൾ കമ്പനിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. ഇത്ര വർഷത്തേക്കുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉത്തരവാദിത്തം നമുക്ക് പരിശോധിക്കാം. സാറിന് ഇതിലൊന്നും വരാൻ സാധ്യതയില്ല. വെച്ചാൽ നമുക്ക് പറഞ്ഞില്ലേ, നമ്മൾ ഈ കമ്പനി കൊടുക്കുന്ന ഡിസൈന് നാഷണൽ ഹൈവേയുടെ കൺസൾട്ടൻസി വിങ് ഉണ്ട്, അവർ അപ്രൂവ് ചെയ്തു. അത് നാഷണൽ ഹൈവേയുടെ അതോറിറ്റി അപ്രൂവ് ചെയ്തതിനു ശേഷമാണ് ഈ സംവിധാനമൊക്കെ ഡിസൈനൊക്കെ ഫൈനലൈസ് ചെയ്യുന്നതും ഡിസൈൻ അവർ അപ്രൂവൽ കൊടുക്കുന്നതൊക്കെ. ആ ഡിസൈനാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പ്രൊസീജിയർ കൂടെ കടന്നു വരുന്ന സാധനമാണ്. പിന്നെ എന്താ പറ്റിയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ദേശീയപാത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആളുകൾ എന്ന് പറഞ്ഞാൽ ഇത് പാർക്കിംഗ് ഏരിയ വണ്ടിയൊക്കെ കൊണ്ടിടുന്ന സ്ഥലമായത്. പിന്നെ വലിയ അപകടം ഇതായിരുന്നു. പണിയെടുക്കുന്ന വെള്ളം കുടിച്ചിട്ട് മാറിയതേ ഉള്ളൂ. രണ്ടുപേരും വെളിയിൽ ഇപ്പോണ്ടായിരുന്നു. ആ രണ്ടുപേരും ഇല്ല ഇറക്കിയില്ലേ. ഞാൻ അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഉച്ചയ്ക്ക് കേട്ടിട്ട് ഞാൻ തന്നെ കാരണം എൻ്റെ വീട് ഉൾപ്പെടെ കിടന്ന് കുലുക്കുമായിരുന്നു. കുലുങ്ങി വീട് ഉൾപ്പെടെ ഞാനും ഓർത്ത് വീട് ഉൾപ്പെടെ പോവുകയാണ്. ആണ് ഫോൺ ചെയ്ത് മേളിൽ നിന്ന് ഞാൻ ഇതാണ് വീട്. നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഒരു കുറച്ച് ടൈം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വെള്ളം ടാങ്കർ ലോറിയായിട്ട് വെള്ളമായിട്ട് നടക്കാൻ വരുന്നതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് പാസ് ചെയ്ത് വരുക. പാസ് ചെയ്ത് വന്നപ്പോൾ ഇവിടം വരെ എത്തുള്ളൂ. സാധാരണ നോർമലി ഞാൻ അവിടെയാണ് നിൽക്കാറുള്ളത്. ഫ്രണ്ടിൻ്റെ വീടാണ് അത്. അപ്പോൾ ഞാൻ അവിടെ സാധാരണ നിൽക്കാറുള്ളത്. ജസ്റ്റ് ഇങ്ങനെ ഓപ്പോസിറ്റ് പാസ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു സൗണ്ട് കേട്ടു. പിന്നെ ഓടുമായിരുന്നു. നടുക്കുന്ന ഈ സൈഡിൽ നിന്ന് ഒരെണ്ണം അങ്ങോട്ട് വീണ് പിന്നെ അങ്ങനെ കറങ്ങി എല്ലാം കൂടെ ഒറ്റടിക്കാൻ വീണം. പെട്ടെന്ന് ഫുള്ള് പൊടിപടലമായി പോയി. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. മനീഷ്, ഇതിൽ ആളുകൾ ഇതിനിടയിൽ പെട്ടിട്ടുണ്ടോ എന്നൊരു ആശങ്ക ഒരു ഘട്ടത്തിൽ നാട്ടുകാർ പങ്കുവച്ചിരുന്നു. അപ്പോഴത് ക്രെയിൻ കൊണ്ടുവന്ന് മാറ്റി പരിശോധിക്കാമെന്നാണ് പോലീസ് പറഞ്ഞത്. ആശങ്ക ഇപ്പോഴില്ലല്ലോ, ആളുകൾ ആരും പെട്ടിട്ടില്ലെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാമല്ലോ, അല്ലേ? അതെ വിജയകുമാർ, പോലീസ് ഇവിടെ വന്ന് ക്രെയിൻ ഉപയോഗിച്ചത് ഉയർത്തി മാറ്റിയിട്ടില്ലെങ്കിലും അതിനടിയിൽ ആളുകളില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. 3 മണിയോടുകൂടിയാണ് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്ത് നേരിട്ടെത്തി ഈ സ്ഥിതിഗതികൾ വിലയിരുത്തി എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ആ സമയത്ത് അത്തരത്തിലുള്ള പരിശോധന നടത്തിയാൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഈ ഗർഡറുകൾ സ്ഥാപിച്ച ശേഷം അതിന്റെ പുറത്ത് ഒരു ക്രോസിംഗ് ഗർഡർ കൂടി സ്ഥാപിക്കും. അങ്ങനെ ക്രോസിംഗ് ഗർഡർ കൂടി സ്ഥാപിച്ചാൽ മാത്രമേ അത് ഉറച്ചു നിൽക്കുകയുള്ളൂ. അങ്ങനെയുള്ള ക്രോസിംഗ് ഗർഡറുകൾ നിർമ്മാണത്തിന് ഘട്ടത്തിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ സ്ഥാപിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചട്ടം. പക്ഷെ അത് സ്ഥാപിച്ചിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെ കാരണം എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇനി ആ ഉദ്യോഗസ്ഥർ തന്നെ വിശദീകരിക്കേണ്ടി വരും. ഇന്ന് പകൽ 11 മണിയോടുകൂടിയാണ് ജനത്തിരക്കേറിയ ആലപ്പുഴ നഗരത്തിലെ ബീച്ചിന്റെ വിജയ പാർക്കിന്റെ വടക്ക് ഭാഗത്ത് ഉള്ള ബീമിൽ 18ാമത്തെ ബീമിനും 19ാമത്തെ ബീമിനും ഇടയ്ക്കുള്ള 4 ഗർഡറുകളാണ് താഴേക്ക് വലിയ ശബ്ദത്തോടുകൂടി താഴേക്ക് വീണത്. അതിന്റെ താഴെ നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ഷെഡ് ഭാഗികമായി തകർന്നിട്ടുണ്ട്. എപ്പോഴും ജനത്തിരക്കുള്ളതും കാർ അടക്കമുള്ള ഇരുചക്ര വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യുന്ന ഒരു മേഖലയിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ഏറ്റവും ഗൗരവകരമായിട്ടുള്ള കാര്യം എന്താണെങ്കിൽ ഗർഡർ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റണമെങ്കിൽ ഉദ്യോഗസ്ഥർ വന്നാൽ മാത്രമേ അനുവദിക്കൂ എന്നാണ് നിലവിൽ ഇവിടെ ഉള്ള പ്രതിഷേധക്കാർ പറയുന്നത്. ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് പറയുന്നത് നിലവിലുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നിഷ്കർഷിക്കുന്ന സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അനുസരിച്ചാണ് ഈ നിർമ്മാണം നടക്കുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്, നിലവിലുണ്ടായ പാകപ്പിഴവ് എന്താണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണമെങ്കിൽ അത് ദേശീയപാത അതോറിറ്റിയുടെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കണമെന്നാണ് അറിയിക്കുന്നത്. 3 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി കാര്യങ്ങൾ പരിശോധിക്കും. വിജയകുമാർ. യെസ്, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ അവിടെ എത്തി അത് പരിശോധിച്ച് എന്താണ് ഈ അപകട കാരണമെന്നത് സംബന്ധിച്ച് നിഗമനത്തിലേക്ക് എത്തും. നാട്ടുകാർ അത് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ 3 മണിക്കാണ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുക.